ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഒരുപാട് പേര് എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. അതായത് ഒരു കാർ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് ഒരു 4th ഗിയർ അല്ലെങ്കിൽ ഒരു 5th ഗിയർ അല്ലെങ്കിൽ ഒരു 3rd ഗിയറിൽ നിന്ന് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടാനായിട്ട് കഴിയുമോ? ചേട്ടൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഗിയർ ഇട്ടിട്ടുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്രമത്തിനാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത്. ഫസ്റ്റിൽ നിന്ന് 2nd, 3rd, 4th, 5th ഇങ്ങനെയാണ് നമ്മൾ ഗിയർ ഇടുന്നത്. ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും ക്രമത്തിലാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത്. എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് ഈ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരാറുണ്ട്. അത് വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെ ശരിയായ രീതിയിൽ ചെയ്യണം, ഏത് സാഹചര്യത്തിൽ ചെയ്യണം എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇനി നിങ്ങളെ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, ന്യൂട്രലാണ്. ഞാൻ ഹാൻഡ് ബ്രേക്കിൽ ഇട്ടേക്കാണ് വണ്ടി. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാം. ഓടിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴൊക്കെയാണ് ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു 4th ഗിയറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു 3rd ഗിയറിൽ നിന്ന് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടേണ്ട സിറ്റുവേഷൻ വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഞാനിത് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. എൻ്റെ കാല് ബ്രേക്കിൽ നിന്ന് എടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ആദ്യം. അതിനുശേഷം ചെറിയ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടി ഇവിടെ എടുക്കുകയാണ്. ഓക്കെ, വണ്ടി എടുക്കുന്നു. ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് ജസ്റ്റ് മൂവ്മെൻറ്റ്സ് നൽകുക, ക്ലച്ച് പിടിക്കുക, 2nd ഗിയറിലേക്ക് ഇടുക. ഇപ്പം ഞാൻ 2nd ഗിയറിലേക്ക് ഇട്ടു. ഇപ്പോൾ 2ാമത്തെ ഗിയറിൽ ഇങ്ങനെ വണ്ടി പോവുകയാണ്. ഓക്കെ, വീണ്ടും ഞാൻ ചെറിയ ആക്സിലറേഷൻ കൊടുത്ത് റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് വീണ്ടും 3rd ഗിയറിലേക്ക് ഇടുന്നു. നിങ്ങൾ നോക്കുക, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആയി, ക്ലച്ച് പിടിക്കുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, ക്ലച്ച് പിടിക്കുന്നു, 4th ഇടുന്നു. ഇപ്പം വണ്ടി അത്യാവശ്യം 4ാമത്തെ ഗിയറിൽ, ചെറിയ വീതി കുറഞ്ഞ റോഡാണ്, എന്നാൽ പോലും 4ാമത്തെ ഗിയറിൽ നമുക്കിങ്ങനെ പോകാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ചെറിയൊരു ഹമ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും മുന്നമേ വന്നിട്ട് നേരത്തെ തന്നെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് 3rd ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, 3rd ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, വീണ്ടും ഞാനിതിപ്പോൾ ഇങ്ങനെ 3rd ഗിയറിൽ വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ജംഗ്ഷനിലേക്ക് നമ്മൾ വരുന്നു. ഇവിടെ വരുന്ന സമയത്ത് എനിക്കിതേ വണ്ടി ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തണം. ഓക്കെ, ഞാനിതേ വണ്ടി ചവിട്ടി നിർത്തി. എന്നിട്ട് നമുക്ക് ലെഫ്റ്റ് നോക്കണം, റൈറ്റ് നോക്കണം. ഇപ്പം നമ്മുടെ വണ്ടിയുടെ ഗിയർ കിടക്കുന്നത് നിങ്ങൾ നോക്കുക 3rd ഗിയറിലാണ്. അപ്പം നമ്മൾ ഇവിടെ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്, 3rd ഗിയറിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, നമ്മുടെ വണ്ടി ഇവിടെ തീർത്തും സ്ലോ ആകുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇനി 3rd ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ വണ്ടി എടുക്കാൻ കഴിയുമോ? കഴിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് 3rd ഗിയറിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് കൊണ്ടാണ് ഇത്രയും താമസം വരുന്നത്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പെട്ടെന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തിയാൽ ഉടൻ തന്നെ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിതേ വണ്ടി ഇതേ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുക്കും. കണ്ടോ, അത് റണ്ണിങ് തീർത്തും നിന്നതിന് ശേഷം തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ അത് വേഗത്തിൽ ചെയ്യും, ക്വിക്കായിട്ട് ചെയ്യും. അപ്പോൾ ക്വിക്കായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ആദ്യം തോന്നുന്നു ഇത് റണ്ണിങ്ങിലാണല്ലോ ഗിയർ ഇടുന്നതെന്ന്. എന്നാൽ റണ്ണിങ്ങിലല്ല ഗിയർ ഇടുന്നത്. 3rd ഗിയറിൽ വന്ന് വണ്ടി നമ്മളവിടെ സ്ലോ ആക്കിയിട്ട് റണ്ണിങ്ങിൽ നിന്നു എന്ന് കരുതുന്ന ആ നിസ്സാര സെക്കൻഡുകൾക്കുള്ളിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളെ അത് ഞാൻ വേഗത്തിൽ കാണിച്ചു തരാം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഓക്കെ, ഇപ്പം വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, 2nd ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ ചെറിയൊരു കയറ്റമാണ് കയറി പോകുന്നത്. നമുക്ക് അത്യാവശ്യം 2nd ഗിയറിൽ കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കയറ്റമാണ്. ഓക്കെ, ഇപ്പോൾ 2nd ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഈ കയറ്റം കയറി മുന്നിലേക്ക് വരുമ്പോഴത്തേനും ഒരു സ്ട്രെയിറ്റ് റോഡിലേക്ക് നമ്മൾ വരികയാണ്. ഓക്കെ, 2nd ഗിയറിൽ ഇങ്ങനെ കയറി വരുന്നു. വീണ്ടും നമ്മൾ ചെറിയൊരു നിരപ്പ് റോഡിലേക്ക് വരികയാണ്. ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി വീണ്ടും ഞാനിത് 3rd ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇവിടെ ഒരു വാഹനമുണ്ട്, ആ വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ആക്സിലറേഷൻ കൊടുക്കുന്നു, റോഡ് സ്ട്രെയിറ്റ് ആണ്, 4th ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇനി ഇങ്ങനെ 4th ഗിയർ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ഇപ്പം നമ്മളിങ്ങനെ 4th വരുന്നു. 4th വരുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുക്കണം.
ഇവിടെ മേളിലേക്ക് ചെറിയൊരു കയറ്റമുണ്ട്, അങ്ങോട്ട് ഒരു ടേൺ എടുക്കണമെന്ന് നിങ്ങൾ കരുതുക. ഞാൻ 4th ഗിയറിലാണ് വരുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ കാലിതേ ബ്രേക്കേ വരുന്നു, ഒപ്പം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇതേ വണ്ടി സ്ലോ ചെയ്യുകയാണ്. സ്ലോ ചെയ്യുന്ന സമയത്ത് ഇതേ ക്ലച്ചും കൂടെ ഫുള്ള് പിടിച്ചു. ഇപ്പോൾ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞല്ലോ. ഈ സമയത്ത് ഇതേ ചെറിയ റണ്ണിങ് നിലനിർത്തി ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഞാനിതേ ഈ ഒരു ചെറിയ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. കണ്ടോ? അപ്പോൾ റണ്ണിങ് ചെറുതായിട്ട് നിലനിർത്തിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു കയറ്റത്തിലേക്ക് വണ്ടി എടുത്തത്. അപ്പം 4th ഗിയറിൽ നിന്നാണ് ഞാനിപ്പോൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തത്. കാരണം ഞാൻ നേരെ ഇങ്ങനെ വന്നു, എന്നിട്ട് എനിക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് കയറി പോകേണ്ടത്, ഒരു റോഡിലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് കയറേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് 4th കയറാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 4th നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ റണ്ണിങ് നിലനിർത്തി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ആദ്യം ബ്രേക്കേൽ വന്ന് വണ്ടി സ്ലോ ചെയ്തു. ഇങ്ങോട്ട് കയറാനായിട്ടുള്ള ചിന്ത എനിക്ക് ഓൾറെഡി വന്നപ്പോൾ എന്ത് ചെയ്തു, ബ്രേക്കിനോടൊപ്പം തന്നെ ഞാൻ ക്ലച്ചും കൂടെ ചവിട്ടി. അപ്പോൾ വണ്ടി തീർത്തും സ്ലോ ആയ സമയത്ത് എന്ത് ചെയ്തു, ഓൾറെഡി ക്ലച്ച് ചവിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിഞ്ഞു. ഇനി വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട്, അത് ബിഗിനറിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വീണ്ടും ഞാൻ 2nd ഗിയർ ഇടുകയാണ്. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, 4th ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പം ഞാനിങ്ങനെ 4th ഗിയറിൽ പോവാണ്. പോകുന്ന സമയത്ത് നമുക്കിത് ഇവിടെ മുന്നിലായിട്ട് അത്യാവശ്യം നല്ലൊരു കയറ്റം വരികയാണ്. നല്ലൊരു കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റിൽ പോകേണ്ട ഒരു സെക്കൻഡിൽ പോകേണ്ട ഒരു കയറ്റമാണ്. അപ്പോൾ ഞാനിങ്ങനെ 4th കയറി വരുന്ന സമയത്ത് വണ്ടിക്ക് ചെറുതായിട്ട് വലി മുട്ടുന്നുണ്ട്. വലി മുട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഗിയർ വീണ്ടും ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. നിങ്ങൾ നോക്കുക, 4th നിന്ന് വണ്ടിയുടെ വലി മുട്ടിയ സമയത്ത് എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് 4th നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് ആ റണ്ണിങ്, അതായത് ടയറിൻ്റെ ചെറിയ കറക്കം നിർത്തിയിട്ട് പ്രത്യേക ഒരു ബാലൻസോടെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു. അപ്പം നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് വണ്ടി തീർത്തും സ്ലോ ആയ സാഹചര്യത്തിലാണ് ഞാൻ അങ്ങനെ ഗിയർ ഇട്ടത്. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് പറയുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്കുണ്ടാകും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു 4th ഗിയറിൽ ഒരു 40 കിലോമീറ്റർ വേഗതയിൽ നല്ല സ്പീഡിൽ നമ്മൾ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥ വരും. കാരണം 40 കിലോമീറ്റർ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ വാഹനം ഒരു 10 കിലോമീറ്ററിൻ്റെ വേഗതയിലേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് ഒരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു, അത് സംഭവിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്കൊക്കെ ഇടുന്ന സന്ദർഭം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി തീർത്തും സ്ലോ ആയി. ഇപ്പോൾ ഒരു 40 കിലോമീറ്റർ പോകുന്നു, പെട്ടെന്ന് നമ്മുടെ വണ്ടി സ്ലോ ചെയ്തൊരു ലെഫ്റ്റ് ടേൺ എടുക്കണം, അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിലേക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകേണ്ട സിറ്റുവേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറഞ്ഞൊരു 10 കിലോമീറ്ററിന് താഴെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കും. ഇതാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ചെയ്യുന്നത്. ഇനി ഡേഞ്ചർ ആയിട്ടുള്ള മറ്റൊരു സിറ്റുവേഷൻ കൂടെ പറയാം. ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ പോകുന്നു, 2nd ഗിയറിലേക്ക് ഇടുന്നു. ഇനി നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് 4th നിന്ന് 2nd ഗിയറിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യവും വരും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ 2nd പോവുകയാണ്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വളവ് 2nd ഗിയറിൽ തന്നെ എടുക്കാം. റൈറ്റ് സൈഡിലേക്കുള്ള ഒരു വളവ് ഞാനിത് 2nd ഗിയറിൽ എടുക്കുന്നു. ഇനി ഇങ്ങനെ എടുത്ത് പോകുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, അതിനുശേഷം ക്ലച്ച് പിടിക്കുന്നു, 3rd ഗിയറിലേക്ക് ഇടുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു, 4th ഗിയറിലേക്ക് ഇടുന്നു. ഇപ്പോൾ 4th ഗിയറിലേക്ക് ഇങ്ങനെ പോവാണ്. ഇപ്പം നിങ്ങൾ നോക്കും, ഇവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. വണ്ടി വരുന്ന സമയത്ത് എനിക്ക് ഇവിടെ ചെറിയൊരു സ്പേസ് കുറവുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി ഒന്ന് സ്ലോ ചെയ്യാനായിട്ട് ഡയറക്റ്റ് 4th നിന്ന് 2nd ഗിയറിലേക്ക് ഇട്ടു. കാരണം 2nd ഗിയർ ഇട്ടാൽ മതി. അതായത് നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചെറിയ സ്പേസിലൂടെയൊക്കെ ഒന്ന് പോകണം, നമുക്കവിടെ ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു 4th ഗിയറിൽ നിന്നോ ഒക്കെ നമുക്ക് ഡയറക്റ്റ് 2nd ഗിയറിലേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും. അത് ആ സിറ്റുവേഷൻ ഏതാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ 3rd പോവാണ്, 4th വരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ 4th ഇങ്ങനെ വരുന്ന സമയത്ത് 4th ഗിയറിൽ ആവറേജ് ഞാനൊരു 30-35 കിലോമീറ്റർ വേഗതയിൽ ഇവിടെ ഇറക്കം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇപ്പം 4th ഗിയറിൽ വരുന്നു, ഇറക്കത്തിൻ്റെ അളവ് കൂടി 4th ഗിയറിൽ പോകുന്നത് സേഫ് അല്ല എന്ന് മനസ്സിലായി. ഞാൻ 3rd ഗിയറിലേക്ക് ഇട്ടു, കുറച്ചും കൂടെ ടോർക്ക് കൂടിയ പവർ കൂടിയ ഒരു ഗിയറിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു സമയത്ത് നമുക്ക് ഒരു ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കും കൂടെ ആയപ്പോൾ വണ്ടിയെ സേഫായിട്ട് നമുക്ക് ഈ ഒരു ഇറക്കത്ത് ഇറങ്ങാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വരുന്ന സമയത്ത് എൻ്റെ വണ്ടി ഇവിടെ സൈഡിലേക്ക് ഒതുക്കണം. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് നമ്മുടെ വണ്ടി ഒതുക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വണ്ടി ഒതുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുകയാണ്. നിങ്ങൾ നോക്കുക, ബ്രേക്കേ വന്ന് ഞാൻ വണ്ടി ആദ്യം സ്ലോ ചെയ്യുന്നു. വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറഞ്ഞു എന്ന് കരുതുമ്പോൾ ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ക്ലച്ച് പിടിച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ്, ചെറിയ റണ്ണിങ് നിലനിർത്തി. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് വണ്ടി ഒതുക്കുന്നു, എന്നിട്ട് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീണ്ടും നമുക്ക് പുതിയൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.